ഹായ് ഗായ്സ്, നമസ്കാരം. വിഷ്ണു ആണ്. അപ്പോൾ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. നേരം വെളുത്ത് വരിക മീൻസ് സമയം ഇപ്പോൾ ഏകദേശം എത്രയായി? 7 മണി അടുത്താറായി. നമ്മുടെ ലോഡിങ് ടൈം 7 മണിയായിരുന്നു. 6:48 ആയതേ ഉള്ളൂ. നമ്മളിത് ലോഡിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് റാമ്പ് പിടിച്ച് അത്യാവശ്യം നല്ല മഴയാണ് കേട്ടോ. രാവിലെ തന്നെ ഇന്നലെ നമ്മൾ കഷ്ടപ്പെട്ട് വണ്ടിയെല്ലാം തുടച്ച് വെറുതെ ആയി. രാവിലെ നല്ല അടിപൊളി മഴ. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി ലോഡ് കയറ്റി നേരെ നെതർലാൻഡ് ഡിസ്ട്രിക്ട് പോർട്ടിലാണ് നമുക്ക് ഈ കണ്ടെയ്നർ ഡ്രോപ്പ് ചെയ്യേണ്ടത്. വേറെ ടാസ്കുകളൊന്നും വന്നിട്ടില്ല. അതാണ് ടാസ്ക്. നമ്മുടെ റൈറ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് പോയി, അതാണ് ആ സിഗ്നൽ. പിന്നെ സൈൻ ഗാർഡ് അതും പോയി, അതിൻ്റെ സിഗ്നൽ. ഒരു ഉത്സവപ്പറമ്പാണ് ശരിക്കും പറഞ്ഞാൽ മീറ്റർ ബോർഡ്. ഇപ്പം ഇനി എന്നാണ് സർവീസ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പം വെയിറ്റ് ചെയ്യാം. ലോഡിങ് ആവണം. ലോഡിങ് ഇനി നമുക്ക് ഇപ്പോൾ 4 മിനിറ്റായിട്ട് ഇവിടെ കിടക്കുക. ഓക്കെ, അതാണ് ഇന്നത്തെ. ഇനി നമുക്ക് ഇന്ന് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടി ടൈം ഇനി 14 മണിക്കൂറും 12 മിനിറ്റും ഉണ്ട് ഇന്നത്തെ ഡ്യൂട്ടി ടൈം. അത് കഴിഞ്ഞ് നമുക്ക് റെസ്റ്റ് എടുക്കണം. അതാണ് ഞാൻ കാണിച്ചേക്കണം. എന്തല്ലേ 14 മണിക്കൂർ 12 മിനിറ്റ് അത്ര ഉണ്ട്. അതായത് ആദ്യം ഇവർ കാണിക്കുന്നത് 15 മണിക്കൂറിൻ്റെ ഡ്യൂട്ടി ഇട്ടാണ് കേട്ടോ. എത്ര 15 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടെന്ന് ബാക്കിയാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ ലോഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ലോഡിങ് കഴിഞ്ഞു. നമ്മളത് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തു. ഒന്ന് നമ്മൾ വൈബറിൽ അയക്കുന്നത്. വൈബറിൽ നമ്മൾ മാനേജർക്കെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽസ്, വണ്ടിയുടെ നമ്പർ, ട്രെയിലർ നമ്പർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചേസ് നമ്പർ, കണ്ടെയ്നർ നമ്പർ, പിന്നെ നമ്മുടെ ഇട്ടിരിക്കുന്ന സീലിൻ്റെ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ലോഡിൻ്റെ ഡീറ്റെയിൽസ്, എത്ര പെല്ലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര കിലോ അത് വരും, അതുപോലെ തന്നെ നമ്മളിവിടെ വന്ന സമയം, ഇവിടുന്ന് പോകുന്ന സമയം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി അൺലോഡിങ് ആണ്. അതായത് ഡ്രോപ്പാണ്. അതായത് കണ്ടെയ്നർ ഡ്രോപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് പയ്യെ ഇവിടുന്ന് വണ്ടി എടുത്ത് വിടാം. ഓക്കെ, നമ്മൾ വണ്ടി എടുക്കാൻ നേരത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ റെസ്റ്റ് എന്തുമാത്രം ആയെന്നുള്ളത്. കാരണം ഇതുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി 45 മിനിറ്റ് റെസ്റ്റായി. നമ്മൾ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ 44 ആയിട്ടുള്ളൂ. ഇപ്പോൾ 45 മിനിറ്റ് റെസ്റ്റായി. അപ്പോൾ 45 മിനിറ്റ് റെസ്റ്റ്, 45 മിനിറ്റ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റെസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യാം. ചില സിറ്റുവേഷൻസിൽ നമുക്കത് അങ്ങനെ ചെയ്യേണ്ടി വരും. ചില സിറ്റുവേഷൻസ് നമുക്കത് അങ്ങനെ ചെയ്യാതിരിക്കേണ്ടിയും വരും. അത് നമ്മുടെ ഡിപ്പെൻഡഡ് ഓൺ നമ്മുടെ ഡ്രൈവാണ്. ചിലപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ലോഡ് ഇറക്കേണ്ട ടൈം കാണും. ചില സമയങ്ങളിൽ നമുക്കങ്ങനെ കാണും. ചില സമയത്ത് നമ്മുടെ ലോഡിങ് ടൈം കാണും. ചില സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ഇത് ഡ്രോപ്പ് ചെയ്യാനായി ഇത്ര സമയത്തുള്ള ചെയ്യണമെന്ന് കാണും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തന്നെ ആ ഒരു ടൈമിന് മുമ്പ് എത്തേണ്ട എന്തെങ്കിലും കാരണങ്ങൾ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്യാൻ മീൻസ് നമ്മൾ തന്നെ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യും. ചില സമയത്ത് ആ ബ്രേക്ക് റെഡിയാക്കി എടുത്ത്, അതായത് ആ നമ്മുടെ ഇത് എന്താ പറയുക, നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മളത് പെരുമാറും. ഓക്കെ, ചില കമ്പനികളിലൊക്കെ ഈ ബ്രേക്ക് എടുക്കാതിരിക്കുക, അതായത് റെസ്റ്റിംഗ് ടൈം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലോഡ് കയറ്റുമ്പോൾ ഒക്കെ അതർ വർക്കിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മളത് അതർ വർക്കിൽ ഉൾപ്പെടുത്താതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില കമ്പനികൾ ബോണസ് പോയിന്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിയിൽ ഉണ്ടോ എന്നുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല, ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പം എന്താണേലും നമുക്കിത് കറക്റ്റ് 46 മിനിറ്റായി. അപ്പോൾ ഇനി നമുക്ക് വണ്ടി എടുത്ത് നമുക്ക് പോയേക്കാം. നമ്മുടെ പരിപാടി നടക്കും. കൊള്ളായിരുന്നു കേട്ടോ. ഇപ്പം ഇവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഫ്രണ്ട്ലിയാണ്. നമുക്ക് നേരെ ലോഡ് ഇറക്കാനായിട്ട് പോകാം. അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ TRCയുടെ കാര്യത്തെപ്പറ്റി. നമുക്ക് ഒരുപാട് അറിവില്ല, അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. സോ കൂടുതൽ എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പം നിലവിൽ TRC അടിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ കമ്പനിയിൽ നിന്നാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് വഴിയൊക്കെ ആണെങ്കിലും നമ്മൾ അറിഞ്ഞ ഒരു കാര്യം. ഇന്ന് രാവിലെ തന്നെ മഴയാണ്, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാർഡുണ്ട്. അതായത്
ഇവിടെ ആക്സസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാർഡ് കേട്ടോ. അതായത് ഈ ഒരു കാർഡ് വെച്ചാണ് നമ്മൾ ഡോറ് കാര്യങ്ങളെല്ലാം, അതായത് ഇവിടുത്തെ ഗേറ്റ് കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആക്സസ് കാർഡാണ്. ഇപ്പോൾ നമ്മൾ പോർട്ടുകളിൽ, ചില പോർട്ടുകളിൽ നമുക്ക് ആക്സസ് കാർഡുകളുണ്ട്. ഇപ്പോൾ ഡിസ്ട്രിക്ട് പോർട്ട്, അതായത് നെതർലാൻഡിലെ ഡിസ്ട്രിക്ട് പോർട്ട്, അതുപോലുള്ള പോർട്ടിലൊക്കെ. ഇതിപ്പോൾ ജസ്റ്റ് വേറെ ഒന്നുമില്ല, നമുക്ക് അവിടുന്ന് നമ്മുടെ TRC കൊടുത്തു കഴിയുമ്പം ഈ കാർഡ് കിട്ടും. ഈ കാർഡ് നമ്മൾ ജസ്റ്റ് ഇതിലിങ്ങനെ ഒന്ന് വെച്ചാൽ മതി. മോനെ നിനക്ക് പോകാൻ കേട്ടോ എന്ന് എഴുതി കാണിച്ചു കേട്ടോ, അതല്ലേ. നമുക്ക് അത്യാവശ്യം ലാംഗ്വേജൊക്കെ അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. എന്താ സംഭവം എഴുതിയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇന്നലെ ഞാൻ ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് നോക്കി. സോ യുവർ കാർഡ് ആക്സസ്ഡ്, യു ക്യാൻ മൂവ് ഓൺ എന്ന് പറഞ്ഞാണ് ഇന്നലത്തേൽ എഴുതി കാണിച്ചത്. ഈ കാർഡ് നമ്മൾ ഇനി എവിടെയും കൊടുക്കുകയൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇവിടെ CMR കാര്യങ്ങളെല്ലാം നമ്മൾ ലോഡിങ് ടൈമിൽ തന്നെ, അതായത് ലോഡ് കയറ്റുന്നതിന് മുമ്പ് തന്നെ അവർ CMR കാര്യങ്ങളെല്ലാം തന്നു. നമുക്കത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ ലോഡ് കാര്യങ്ങൾ കയറ്റുന്നതെല്ലാം കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് കഴിയുമ്പോഴത്തേക്കും സീല് കമ്പനി അവർ തരത്തില്ല. സീല് നമ്മുടെ സീല് തന്നെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ എന്നോട് ചോദിച്ചു സീലുണ്ടോ എന്ന് ചോദിച്ചാൽ സീലുണ്ട്. അപ്പോൾ നമ്മുടെ സീല് തന്നെ നമ്മൾ ഇട്ടു. നമ്മുടെ കമ്പനി സീല് തരുന്നുണ്ടോ, ആ സീലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മെയിനായിട്ടുള്ളൊരു പണി നമ്മുടെ ലൈറ്റാണ്. ഓൾറെഡി നമ്മളെ മാനേജറോട് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് നമുക്ക് നാവിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടില്ലേ. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു കാണിക്കാമെന്ന്. ഇതുണ്ട്, ഇതിൽ സ്റ്റാർട്ടിൽ നാവിഗേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നാവിഗേഷനിലോട്ട് പൊക്കോളും. നമ്മൾ അതുപോലെ തന്നെ അത് നമ്മുടെ ഇതിലും, അതായത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് അത് അടിച്ചിട്ടിട്ടുണ്ട്. ചില സമയത്ത് സ്റ്റാർട്ട് ആകാനായിട്ടൊക്കെ സമയം എടുക്കും കേട്ടോ. കണ്ടോ, നമ്മുടെ സിജിക്ക് ഇപ്പോൾ സ്റ്റാർട്ടാകും. അവോയ്ഡ് റോഡ്. ഇവിടെ അല്ലാത്ത സ്പീഡ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു ലിമിറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. 383 കിലോമീറ്റർ നമ്മുടെ സിജിക്കിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ 379 കിലോമീറ്റർ. അത് നമ്മൾ ഈ കമ്പനിക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ ഈ സാധനം യൂസ് ചെയ്തിരുന്നു മാക്സിമം. അതുപോലെ തന്നെ പോർട്ടിൻ്റെ അകത്ത് കയറിയാലും ഇത് മാക്സിമം ഉപയോഗിക്കത്തില്ല. കാരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ചെല്ലേണ്ടിടത്ത് ചെല്ലത്തില്ല. റോഡുകളിലൊക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും റോഡ് ക്ലോസ്ഡ് ആണെങ്കിലും നമ്മൾ അത് ഉപയോഗിക്കുന്നത് അവോയ്ഡ് ചെയ്യും. കാരണം ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു റോഡ് കവർ ചെയ്ത് പോയി, നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയില്ല, നമ്മൾ അതിലേ പോയി എങ്കിൽ കൂടിയും നമ്മുടെ സിജിക്ക് കാണിക്കുന്നത് അവിടെ തൊട്ടുള്ള വഴിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഹൈവേയിലോ കാര്യങ്ങളിലോ കയറി കഴിഞ്ഞാൽ പിന്നെ ഫോളോ ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ ഉപയോഗം. ആ ഒരു ടൈമിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് അല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. ഇല്ല, ആൻഡ് സൗണ്ട് കൂട്ടി. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ലൈൻ പ്രയോറിറ്റിയുടെയാണ്. അതായത് ആ അകത്തുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുള്ളവർക്കാണ് പ്രയോറിറ്റി. നമ്മൾ ഗീവ് അവേ കൊടുക്കണം എന്നുള്ളതിൻ്റെ സിമ്പലാണത്. നമുക്ക് ഫസ്റ്റ് എക്സിറ്റാണ്, ഫസ്റ്റ് എക്സിറ്റ്. അതായിരുന്നു കേട്ടോ ഗേറ്റ്. നമ്മൾ അകത്തോട്ട് കയറിയ ഗേറ്റ് അവിടെയാണ്. ഇനി നമ്മൾ ഇതിലെ നേരെ പോകും. അതുണ്ടല്ലേ, ഇവിടെ ഈ ഗേറ്റിൻ്റെ അവിടെ വന്ന് കിടന്നിട്ട് അവിടെ ഓഫീസുണ്ട്. ഗ്രീൻ ആരോ കാണാമെന്ന് തോന്നുന്നു, അവിടെ ഓഫീസുണ്ട്. ഇനി ഇത് ഇവിടെ കാണിച്ചു തരാവേ. നമുക്ക് അവിടുന്ന് കാർഡ് തരുമ്പോൾ അവർ പറയും കേട്ടോ, ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞ് കറക്റ്റായിട്ട് തരും. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. എപ്പോഴും നമ്മൾ എവിടെ വന്നാലും ആദ്യം അങ്ങ് വണ്ടി ഇതാക്കി പോകണം. ലാംഗ്വേജ് ഇംഗ്ലീഷ്. പ്ലീസ് ഹോൾഡ് കീ, അതായത് ഈ ഇതുണ്ട്, ഇതാണ് കീ. ഇത് നമ്മൾ ജസ്റ്റ് ഇവിടെ ഹോൾഡ് ചെയ്തു. പ്ലീസ് വെയിറ്റ് ഫോർ എ മൂമെൻറ്റ്. ഉണ്ടല്ലേ, ഇനി നമ്മൾ ഈ കാർഡ് അതോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഉണ്ടല്ലേ, അവിടെ കാണിച്ചിട്ടുണ്ട് ഫോട്ടോയിൽ. ജസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ടാണ്. ഇട്ടു, ഗേറ്റ് തുറന്നു, ഗ്രീൻ വന്നു, നമുക്ക് പോവാം. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റുന്നതാണ്. അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും നമുക്ക് ഇതിൽ പറയാനില്ല. വെയിറ്റ് അധികം ഇല്ലെന്ന് പറഞ്ഞു, പക്ഷെ വണ്ടി വലിക്കുന്നുമില്ല. 10 ടണ്ണേ ഉള്ളെന്നാണ് കാണിച്ചത് കേട്ടോ. നമ്മുടെ വെയിറ്റ് 26 പെല്ലറ്റാണ്.
നമ്മൾ കയറിക്കഴിഞ്ഞാൽ പിന്നെ പ്രയോറിറ്റി നമുക്കാവട്ടോ. അപ്പം ഇതാണ് കമ്പനി. ഈ പച്ച ഒരു സാധനം ഇതുണ്ടല്ലോ, ഇത് വേ പോയിന്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ചില സമയങ്ങളിൽ നമ്മുടെ മാനേജർമാരിടും, ചില സമയങ്ങളിൽ ആ സാധനം വലിഞ്ഞു കയറി വരികയും ചെയ്യും. ചില സമയങ്ങളിൽ അത് നല്ല ഉപകാരിയാണ്, ചില സമയങ്ങളിൽ അത് നമുക്ക് പാരയാണ്. അതെങ്ങനെ പാര എന്നുള്ളത് ഞാൻ വേറൊരു സന്ദർഭത്തിൽ കാണിച്ചു തരാം. പാര എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ചിലപ്പോൾ ഈ വേ പോയിന്റ് കിടക്കുന്നത് വല്ല ഇടവഴിയിലോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഹൈവേ കൂടെ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഇത് പറയും ടേൺ റൈറ്റ് എന്ന് പറയും. ഇതായിട്ട് കാര്യങ്ങളൊന്നും കാണത്തില്ല, ചെറിയൊരു പാലത്തിൻ്റെ ഇടയിൽ കൂടെ വല്ലതും കയറി പോകാനായിട്ടായിരിക്കും. അതാണ് പറയുന്നത് ഈ സാധനം ഇടയ്ക്ക് പാരയാണ്. അത്ര പാരയൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പാരയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സിജിക്കിൽ നമ്മുടെ ഇതൊന്നും കാണിക്കില്ല, നമ്മുടെ എന്താ പറയുക റോഡ് ബ്ലോക്ക് അല്ലെ ട്രാഫിക്കുകൾ കാര്യങ്ങൾ കാണിക്കത്തില്ല. ആ സമയത്ത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നീലയാണോ ചുവലയാണോ മഞ്ഞയാണോ ലൈൻ എന്നറിയാൻ പറ്റും. അങ്ങനെയുള്ള ഗുണങ്ങളും നമ്മുടെ ഗൂഗിൾ മാപ്പ് കൊണ്ടുണ്ട്. പക്ഷേ അതിനൊരിക്കലും ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കത്തില്ല. നമ്മളൊരു 50% മാത്രമേ അതിനൊരു പ്രയോറിറ്റി കൊടുക്കുന്നുള്ളൂ ഗൂഗിൾ മാപ്പിന്. സമയം 7:30 ആയപ്പോഴും ഇരുട്ട് കണ്ടില്ലേ. എങ്ങനെ പോയാലും ഒരു 8 മണിയൊക്കെ ആവും കേട്ടോ ഇവിടെ ഒന്ന് നേരം വെളുത്ത് വരുമ്പോൾ. 8 മണി 8:30 അടുത്താവും നേരം വെളുക്കുമ്പോൾ. മഴയാ, ഒരു രക്ഷയില്ല. ലക്സംബർഗിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബ്, ഒരു നല്ല ഭക്തിഗാനമൊക്കെ ഇട്ട് ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ വേറെ ലെവലാണ്. ശരിക്കും നമ്മളൊരു എൻജോയ്മെൻ്റ് ഒക്കെ കണ്ടെത്തുന്നത് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിലൊക്കെയാണ്. ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ആരോ തിരി കത്തിക്കുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇങ്ങനെ വെറുതെ ഇട്ടപ്പോഴത്തേനും റീൽ ഇട്ടപ്പോൾ അതിനകത്ത് ഏതോ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തായിരുന്നു, ഇതൊക്കെ കുറച്ച് ഓവറാണ്, അല്ലെങ്കിൽ എന്ത് പ്രഹസനമാണെന്നൊക്കെ. നമ്മുടെ ഓരോരോ സന്തോഷങ്ങളാണ് നമ്മൾ റീലായിട്ട് ഇടുന്നത്. അതിലിപ്പം ആരുടെയും കയ്യിൽ നിന്ന് കാശ് മുടക്കിയല്ല നമ്മൾ ഡേറ്റ റീചാർജ് ചെയ്യുന്നത്, നമ്മുടെ കാശ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ ഒന്ന് കാണാനായിട്ടല്ലേ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയ അല്ലേ ഇതൊക്കെ സ്വാഭാവികം. ഇങ്ങനെ കുറേ നെഗറ്റീവായിട്ട് കമൻ്റൊക്കെ കിട്ടുമ്പോഴാണ് നമുക്കൊരു ആവേശം വരുന്നത് പുതിയ പുതിയ വീഡിയോകളിടാൻ. അപ്പോൾ അങ്ങനെ എല്ലാവരും ചോദിച്ചായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളമൊക്കെ എങ്ങനെയാണ്, വെള്ളം നമുക്ക് കുടിക്കാനുള്ള വെള്ളം നമ്മൾ ശരിക്കും കാശ് കൊടുത്ത് മേടിക്കും കേട്ടോ. ബോട്ടിൽ വാട്ടർ മേടിച്ചിട്ട് ഇതുണ്ടോ 2 ക്യാനുണ്ട്. നമ്മുടെ പുതിയ സ്റ്റുഡൻ്റാണ്. സ്റ്റുഡൻറ്റിന് ഇതുവരെ പേരിടാൻ പറ്റിയില്ല കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മളത് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് 2 ക്യാനുണ്ട്, 20 ലിറ്ററിൻ്റെ 2 ക്യാനുണ്ട്. അതുകൂടാതെ 5 ലിറ്ററിൻ്റെ ഒരു 4 ക്യാനും കൂടെ ഉണ്ട്. 20 ലിറ്ററിൻ്റെ ക്യാനിനകത്ത് നമ്മൾ ഈ വെള്ളം മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് നിറയ്ക്കും. ഇല്ലേ പിന്നെ നമുക്ക് ചില കമ്പനികളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുടിവെള്ളം കിട്ടും, അതെടുക്കും. പിന്നെ മാക്സിമം നമ്മൾ മേടിക്കാറാണ് ചെയ്യുന്നത്, കാരണം അതിൽ റിസ്ക് എടുക്കത്തില്ല. അതുകൊണ്ടാണ് ആശാൻ ടാബ് ഏതാണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് മാപ്പ് അപ്ഡേറ്റ് ചെയ്താണ് ഇപ്പോൾ കണ്ടത്. നമ്മൾ ഓടുന്നതിനിടയ്ക്കായിരിക്കും പുള്ളി ഇതുപോലെ മാപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ. ചില അടിപൊളി ഏതാണ്ട് പുതിയ മെസ്സേജും വന്നിട്ടുണ്ട്. ഡ്രോപ്പ് നീഡ് കോവർഫെഡ് ബോൾട്ടിക് റഫറൻസ് നമ്പർ നെതർലാൻഡ്. ലൊക്കേഷൻ മാറ്റിയതാണ്. റോഡ് നമ്മൾ ഡിസ്ട്രിക്ട് കോർട്ടിലൂടെ ആ സൗണ്ട് കേൾക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ആ ലൈനെ ടച്ച് ചെയ്യുന്നതിൻ്റെ കേട്ടോ. അതെനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്തതിൻ്റെ വേണമെന്നില്ല. അതായത് നമ്മൾ എന്താ പറഞ്ഞു വന്നത്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ മാപ്പ് അപ്ഡേറ്റ് ചെയ്യും, അത് നമ്മുടെ ലൊക്കേഷൻ മാറുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും. നമുക്ക് നിലവിൽ അമ്മച്ചി പറഞ്ഞു തരട്ടെ എന്നിട്ടും പറയാം.
നിലവിൽ നമുക്ക് അതായത് നമ്മളിവിടെ നിന്ന് CLDN ആണ്. അപ്പോൾ CLDN നിലവിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് പോകുന്ന 2 പോർട്ടുകൾ, ഒന്ന് ഡിസ്ട്രിക്ട് പോർട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ മെയിൻ പോർട്ടുണ്ട്, പിന്നെ RST എന്ന് പറയുന്ന ഒരു പോർട്ടുണ്ട്, പിന്നെ RSC എന്ന് പറയുന്ന ഒരു പോർട്ടുണ്ട്, പിന്നെ CTT എന്ന് പറയുന്ന ഒരു പോർട്ടുണ്ട്, പിന്നെ PO3. ഇങ്ങനെ 5 പോർട്ടുകളാണ് നമുക്ക്. പക്ഷേ മെയിനായിട്ട് നമ്മളവിടെ പോകുന്നത് 3 പോർട്ടിലേ ഉള്ളൂ, 4 പോർട്ടേ ഉള്ളൂ. RSCA, പിന്നെ CTT, പിന്നെ ഡിസ്ട്രിക്ട് പോർട്ട്, പിന്നെ കോബൽ ഫ്ലഡ് മെയിൻ പോർട്ട്. ഇത്രയും പോർട്ടിലേ നമ്മൾ മെയിനായിട്ട് പോകാറുള്ളൂ. ബാക്കിയുള്ള പോർട്ടുകളിൽ നമ്മളങ്ങനെ പോകാറില്ല, വളരെ കുറവാണ്. അപ്പം എന്താ പറയുക, അത്രേ ഉള്ളൂ മെയിനായിട്ട് നമ്മൾ പോകുന്ന പോർട്ടുകൾ കാര്യങ്ങൾ. അപ്പം ഇപ്പം നമുക്ക് പോർട്ട് മാറ്റി കിട്ടി. നമ്മൾ ആദ്യം റോട്ടർ ഡിസ്ട്രിക്ട് പോർട്ടിൽ പോകാനായിട്ടായിരുന്നു. അതിപ്പം മാറ്റിയിട്ട് ആശാൻ ഇങ്ങോട്ടാക്കി ആക്കിയിട്ടുണ്ട്, ഇവിടെ നമ്മുടെ മെയിൻ പോർട്ടിലോട്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത് ശനിയാഴ്ച ഡ്രോപ്പ് ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ ലോഡിങ് കാര്യങ്ങളെല്ലാം വൈകിയപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആയതാണ്. നമ്മുടെ മിസ്റ്റേക്ക് അല്ല ഇത് ഡിലേ വരാനായിട്ട്. നമുക്ക് ടാസ്ക് കിട്ടി, നമ്മളെവിടെയും ലേറ്റ് ആയില്ല, നമ്മൾ മാക്സിമം പറ്റുന്ന എത്തി. എന്നോട് പറഞ്ഞു, നീ ടാക്കോ വയലേറ്റ് ആയാലും കുഴപ്പമില്ല, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, യു ഷുഡ് റീച്ച് ദെയർ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതുകൊണ്ട് ടാക്കോ വയലേറ്റ് ആക്കിയാതെ മാക്സിമം ഓടി എത്താൻ ശ്രമിച്ചു. കറക്റ്റ് 4 മണിക്കൂർ 30 മിനിറ്റിലാണ് നമ്മൾ കമ്പനി കൊണ്ട് വണ്ടി നിർത്തുന്നത്. പക്ഷേ ലൊക്കേഷൻ റോങ് ആയിരുന്നു തന്നിരുന്നത്. അവർക്ക് ഓൾറെഡി അവിടെ ടെർമിനലും ഉണ്ട്, ലോജിസ്റ്റിക്സും ഉണ്ട്, CFLൻ്റെ. അപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന ലൊക്കേഷൻ ടെർമിനലിലായിരുന്നു. അപ്പോൾ ആ ലൊക്കേഷനിൽ ചെന്ന് കയറിയതുകൊണ്ട് വേറെ ഓപ്ഷനില്ല, അതിലെ തന്നെ കറങ്ങി വരേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനുമാണ് നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ അപ്പോയിൻമെൻറ്റ് 11 മണിക്കായിരുന്നു. പക്ഷേ നമുക്ക് ടാസ്കിൽ തന്നിരുന്നത് 1 മണിയാണ്. അവർ ടൈമിങ് കഴിഞ്ഞാൽ പിന്നെ കയറ്റില്ലെന്ന് പറഞ്ഞു. റോളാണ് കേട്ടോ, പേപ്പർ റോള് പോലത്തെ എന്തോ സംഭവമാണ്. അത് ഞാൻ വെയിറ്റ് ഇല്ല. അപ്പോൾ 26 പെല്ലറ്റ് എന്ന് പറഞ്ഞിട്ടും 10 ടണ്ണേ ഉള്ളൂ. ചില നേരത്തെ റോളൊക്കെ കയറ്റുമ്പോഴത്തേക്കും ഒരു 3 റോളൊക്കെ കയറ്റുമ്പോഴത്തേനും തന്നെ ഒരു 3 വലിയ റോള് കാണും. അത് തന്നെ ഒരു 24 ടണ്ണൊക്കെ കാണും, 24-25 ടണ്ണ് മിച്ചം കാണും 3 റോള്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു 2 റോളാണ് കയറ്റിയത്. 2 പേപ്പർ റോള് കയറ്റിയപ്പോൾ തന്നെ 20 ടണ്ണ് വന്നു, 20 ചില്ലറ ഉണ്ടായിരുന്നു. അത് റോളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ചില നേരത്തൊക്കെ നമ്മൾ ബെൽറ്റ് അടിക്കേണ്ടി വരും. കണ്ടെയ്നറിൻ്റെ അകത്ത് നമുക്ക് ബെൽറ്റ് അടിക്കാം, അതിനുള്ള ഹുക്കുണ്ട്. ബെൽറ്റ് അടിക്കേണ്ട ലോഡാണെങ്കിൽ നമുക്ക് ഓൾറെഡി പറയാം, അവർ നമ്മുടെ ടാസ്കിൽ കാണും ബെൽറ്റ് അടിക്കണമെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആശാൻ്റെ മെസ്സേജ് വന്നപ്പോൾ നമ്മൾ അതിനൊരു ഓക്കെ കൊടുത്തില്ല. ഓക്കെ കൊടുത്തേക്കാം. ഇത് അതുപോലെ തന്നെ ഈ മാപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നമ്മൾ വ്യൂ കൊടുക്കത്തില്ല കേട്ടോ. ചില സന്ദർഭങ്ങളിൽ നമ്മളിപ്പോൾ ഒരു ടേണിങ്ങിലൊക്കെ നിൽക്കുവാണ് എന്നുണ്ടെങ്കിൽ കൊടുക്കത്തില്ല, ലേറ്റർ വിടും. കാരണം നമുക്ക് ചിലപ്പോൾ അപ്പം ഈ സാധനം അപ്ഡേറ്റ് ആയിട്ട് വരത്തില്ല, നമ്മുടെ ടേണിങ്ങും കാര്യങ്ങളും എല്ലാം തെറ്റും. അപ്പം ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് കണ്ടേ പിന്നെ ചെയ്യത്തുള്ളൂ. ഓക്കെ, വരുന്ന വഴിക്കൊരു നല്ല കട്ട ബ്ലോക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല ഇവിടെ. പക്ഷേ എന്ത് ബ്ലോക്കാന്ന് പറഞ്ഞാലും കറക്റ്റ് റൂട്ടായിരിക്കും എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതിനിടയ്ക്ക് ഒരു കുത്തിക്കയറ്റോ കാര്യങ്ങളോ. നിങ്ങൾ പുറകോട്ട് നോക്കിയാൽ കണ്ടോ, ഇതല്ലേ എത്ര വലിയ ബ്ലോക്കാന്ന് പറഞ്ഞാലും ആ ഒരു ഇത് ഫോളോ ചെയ്ത് എല്ലാവരും പോകത്തുള്ളൂ. അതിനിടയ്ക്ക് ഇവിടെ കുത്തിക്കയറ്റാനോ ഒന്നിനും ആരും നിൽക്കത്തില്ല. ലൈൻ ചേഞ്ച് ചെയ്യാൻ തന്നെ, അതായത് നമുക്ക് ചിലപ്പോൾ ലെഫ്റ്റോ റൈറ്റോ പോകണമെങ്കിൽ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ പുറകിൽ വരുന്ന വണ്ടിക്കാർ അവിടെ നിർത്തി തരും നമുക്ക് ട്രാക്ക് ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് അതിൻ്റെ ഇതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് അപ്പുറത്തെ റൂട്ടിൽ പോകണമെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുറകെ വരുന്ന വണ്ടിക്കാർ, അതായത് നമുക്ക് ഗ്യാപ്പ് തോന്നുന്ന ആ വണ്ടിക്കാർ അവിടെ നിർത്തി തരും. അതാണ്. നമുക്ക് അടുത്തൊരു ടാസ്ക് ഉണ്ട്, പോർട്ടിൽ നിന്ന് എടുക്കാനായിട്ടാണ്. ഇതിനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ പോർട്ടിൽ നിന്ന് പറഞ്ഞാൽ പിക്ക് ചെയ്യണം. പിക്ക് ചെയ്തിട്ട് പോർട്ടിൽ തന്നെ ഡ്രോപ്പ് ചെയ്യാനാണ്. ഷട്ടിൽ 5 കിലോമീറ്റർ ഡ്രോപ്പ് പിക്കപ്പ്. ചില സമയത്ത് അങ്ങനെ വരും കേട്ടോ, നമ്മൾ കണ്ടെയ്നർ പോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് പോർട്ടിൽ തന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. എപ്പോഴും കാണത്തില്ല, വല്ലപ്പോഴും ഒക്കെ കാണത്തുള്ളൂ, പക്ഷേ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അതായത് നമ്മളങ്ങനെ പോർട്ടിലെത്തിയിട്ടുണ്ട്. പോർട്ടിലെത്തി കഴിയുമ്പോൾ ആദ്യം നമ്മൾ ടാസ്കിൽ കൊടുക്കും. അത് കഴിയുമ്പോൾ ചെയ്യുന്നത് മെസ്സേജ് ഇടും നമ്മുടെ മാനേജർക്ക്, റീച്ച്ഡ് പോർട്ട് 4 കണ്ടെയ്നർ
ഡ്രോപ്പ്. അപ്പം പുള്ളിക്ക് മനസ്സിലാവും നമ്മളിവിടെ കണ്ടെയ്നർ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടെന്ന്. ടാസ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നേരെ അകത്ത് പോകണം. ഇവിടുന്ന് പേപ്പർ കിട്ടും. ഇവിടെ നമുക്കിത് ഇത് കൊടുക്കണം. ഇതുണ്ടോ, ഇത് നമ്മുടെ കണ്ടെയ്നർ നമ്പറുണ്ട്, പിന്നെ റെഫറൻസ് നമ്പർ, സീൽ നമ്പർ, ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇത് ജസ്റ്റ് ഇവിടെ കൊടുക്കുമ്പം ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള പേപ്പർ അവർ തരും. ഇത് നമുക്ക് അങ്ങനെ ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള പേപ്പർ കിട്ടി. അതിൽ പാസ്വേഡ് ഉണ്ട്, പിൻകോഡ് 8407. നമ്മളവിടെ ഇവിടെ മെഷീനിൽ അടിക്കണം. മെഷീനിൽ മീൻസ് നമുക്ക് കയറി പോകാനായിട്ടുള്ളത്. ഇതിന് തിരിച്ചിറങ്ങി പോകാൻ നേരത്തെ പേപ്പർ ആവശ്യമുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇത് ഇവിടെ അടിക്കുക. 84 അല്ല ഓക്കെ കൊടുക്കുക. അപ്പോൾ അവിടെ എഴുതി കാണിക്കും പൊക്കോ മോനെ കയറി എന്ന് അവിടെ എഴുതി കാണിച്ചു. നമുക്ക് നേരെ ഇനി പോവുക. ഇവിടെ പോർട്ടിലൊക്കെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്തോണം. കാരണം ഏത് ടൈമിലും ചെക്കിങ് കാണും. ചിലപ്പോൾ പുറകിൽ നിന്ന് ഇവിടുത്തെ വണ്ടികളും എല്ലാം വരുമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻസ്പെക്ഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവർ സ്പീഡ് എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പോർട്ടിൽ ബാൻ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വല്ല പെനാൽറ്റിയൊക്കെ തരും. അപ്പം അതൊക്കെ നമ്മൾ മേടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പോർട്ടിലൊക്കെ നമ്മൾ മാക്സിമം റൂൾസ് ഫോളോ ചെയ്യുക. പുറത്തിറങ്ങുമ്പോൾ നമുക്ക് സേഫ്റ്റി ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഇടുക. അരെ വാ, അത്യാവശ്യം നല്ല ബ്ലോക്കാണ് കേട്ടോ. അതേ വണ്ടികൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അരെ നമ്മുടെ ബിട്ടുമോൻ ഉണ്ട് കേട്ടോ. ബിട്ടുമോൻ ഇവിടെ കണ്ടെയ്നർ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്ന് കിടപ്പുണ്ടെന്നാണ് മുമ്പ് വിളിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ വിളിക്കുന്നത് ഏകദേശം അരമണിക്കൂർ മുമ്പാണ് വിളിക്കുമ്പോഴത്തേക്ക് എന്നോട് ഞാനിവിടെ കിടക്കുവാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം മിക്കവാറും ഇവിടെ കാണും, നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തൊട്ടടുത്തുള്ള ഒരു പോർട്ടിൽ നിന്ന് ഷട്ടിലാണേ, അവിടുന്ന് എടുക്കണം. അവിടുന്ന് എടുത്ത് നമുക്ക് ഏകദേശം ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഡ്രോപ്പ്. നമ്മുടെ വണ്ടികളും കിടപ്പുണ്ട് കേട്ടോ. കാർഗോ 24ൻ്റെ വണ്ടികളും ഉണ്ട്. മെയിനായിട്ട് എത്ര ഇതാണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും പോർട്ടിലൊന്നും വന്ന് ധൃതി വെക്കരുത്. കാരണം എപ്പോഴും റൂൾസ് ഫോളോ ചെയ്തേ പോകാവുള്ളൂ. അതുപോലെ തന്നെ ഇവർക്ക് പൊസിഷൻ ഉണ്ട്. ഏത് പൊസിഷനിലാണെന്നുള്ളത് ഇതുണ്ടല്ലേ. പൊസിഷൻ 1 ഉണ്ട്, 2 ഉണ്ട്. നമുക്കിപ്പോൾ 2-വിലാണ്. ഓക്കെ, നമുക്ക് 2-വിലാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ടൊരു ഇവിടെ ഒരു നൈസ് ഒരു എല്ലടിക്കണം. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂ. പൊസിഷൻ 1 and 2. നമ്മളിപ്പോൾ പൊസിഷൻ ഏതാണെങ്കിലും കുഴപ്പമില്ല, നേരെ ചെല്ലുക, ജസ്റ്റ് അവിടെ നിർത്തിയിട്ട് ഇത് രണ്ടും പൊസിഷൻ 2-ൻ്റെ. അപ്പോൾ അത് നേരെ ഇവിടെ വന്നിട്ട് നമ്മൾ അവരൊക്കെ ലോക്ക് അഴിക്കുന്നുണ്ടോ, അതുപോലെ നമ്മൾ ലോക്ക് അഴിക്കുക, കണ്ടെയ്നർ ഡ്രോപ്പ് ചെയ്യുക. നല്ല കട്ട തിരക്കാകട്ടോ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പം നമ്മളിവിടെ എത്തുന്നത് രജിസ്റ്റർ പോർട്ട് കൊടുത്തത് 2:29 കൊടുത്തതാണ്. ഇപ്പം സമയം എന്തായിരുന്നു നോക്കിയേ, ഏകദേശം 3:45. ഇങ്ങനെയൊക്കെയാണ് ചില നേരത്ത് പോർട്ടിൽ കയറി കഴിഞ്ഞാൽ പണി കിട്ടുന്നത്. ചെറിയ ബ്ലോക്കൊന്നും ആയിരിക്കത്തില്ല, ഒരു 1.5 ബ്ലോക്കായിരിക്കും. ഇനി ഇതെപ്പം മാറി എപ്പോൾ ഇതാവുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. ഏതായാലും നോക്കാം, വേറെ ഓപ്ഷനില്ല. ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ടാസ്ക് ഇവിടുന്ന് ഏകദേശം ഒരു 16 കിലോമീറ്റർ പോയിട്ട് പിക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സമയമുണ്ട്. ഇനി നമുക്കിനി ഡ്യൂട്ടി ടൈം നമ്മുടെ 4 മണിക്കൂർ 30 മിനിറ്റ് ഉണ്ട്. ഇതുണ്ടോ, 4 മണിക്കൂർ 30 മിനിറ്റിന് നമുക്ക് ഡ്യൂട്ടി ടൈം ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ നമ്മുടെ ബിട്ട് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, എടാ ഒരു രക്ഷയില്ല, ഇത് കട്ട തിരക്കാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മുൻകൂട്ടി കണ്ടാ വന്നത്. നമുക്ക് ഡ്രൈവിംഗ് ടൈം ഉണ്ട് 3 മണിക്കൂർ മിച്ചം. പക്ഷെ ഇതുപോലൊരു തിരക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഏതായാലും നോക്കാം, വേറെ എന്ത് ചെയ്യാനല്ലേ. അങ്ങനെ നമ്മളിത് അവസാനം കണ്ടെയ്നർ ഡ്രോപ്പ് ചെയ്തു. ഇനി അടുത്ത പരിപാടി കണ്ടെയ്നർ പിക്കപ്പാണ്. തൊട്ടടുത്ത് നമ്മുടെ ഡിസ്ട്രിക്ട് പോർട്ടുണ്ട്, അവിടുന്ന് നമുക്ക് പിക്ക് ചെയ്യണം. അപ്പോൾ ഇനി ഇവിടുന്ന് ഈ ഗേറ്റിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ, പുറത്ത് പോകണമെങ്കിൽ ഈ പേപ്പർ കൊടുക്കണം. ഈ മുകളിലുള്ള ഈ ബാർകോഡ് അത് സ്കാൻ ചെയ്താൽ മാത്രമേ
നമുക്ക് അവിടുത്തെ ഗേറ്റ് തുറന്ന് കിട്ടത്തുള്ളൂ. അതിപ്പോൾ പിക്കപ്പിനാണ് വന്നിട്ട് ഡ്രോപ്പും പിക്കപ്പും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പേപ്പർ കൂടെ കാണും പിക്കപ്പിൻ്റെ. അപ്പോൾ ആ പേപ്പർ പിക്കപ്പിൻ്റെ ആ പേപ്പർ കൊടുത്താലേ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ നമുക്ക് എം ടി ആണ്, യൂണിറ്റ് ഒന്നുമില്ല. ഇതുണ്ടല്ലേ നമ്മുടെ വാലിൻ്റെ മുകളിൽ ഇതില്ല. ഇതുണ്ടോ, ഇത് ഈ ഫ്രണ്ടിൽ പോകുന്ന ഒന്നും യൂണിറ്റ് ഇല്ലാതെ പോകുന്നതല്ല. അതുപോലെ നമുക്കും യൂണിറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പഴയ പേപ്പർ തന്നെ മതി. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട കുറച്ച് കാര്യം. കണ്ടെയ്നറിൻ്റെ നമ്പർ, യൂണിറ്റ് നമ്പർ കാണും, നമ്മൾ ഇറക്കേണ്ട പൊസിഷൻ കാണും, പിന്നെ നമ്മുടെ വെയിറ്റ് എത്രയുണ്ട്, നമ്മുടെ വെയിറ്റ് എത്രയാണെന്ന് കാണും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്തുള്ള ഇത്. അതുപോലെ തന്നെ നമ്മുടെ നമ്പരും കാണും. ഓക്കെ, നമ്മുടെ ശ്യാം വിളിക്കുന്നുണ്ട്, നോക്കാം. ചെക്കൻ അവിടെ ഡിസ്ട്രിക്ട് പോർട്ടിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ പോർട്ടിൻ്റെ പുറത്തിറങ്ങി. ഇനി നേരെ പോകേണ്ടത് ഡിസ്ട്രിക്ട് പോർട്ടിലോട്ട്. ഡിസ്ട്രിക്ട് പോർട്ടിൽ പോയിട്ട് പിക്ക് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം ഇങ്ങനെ കാണിക്കത്തില്ല. അതാരാണത്? നല്ല പരിചയം, മലയാളിയാണ് പക്ഷേ നല്ല ഗൗരവമുള്ള ഏതൊരു മലയാളിയാണ്. നേരെ നോക്കിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് continue driving in the same direction to west. Hard curve right. Take the first exit. ഇവിടെ നമുക്ക് പണി കിട്ടാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. A24 എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്. അത് കയറി കഴിഞ്ഞാൽ ഏകദേശം 9 യൂറോയാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവുന്നത്. A24 ബ്രിഡ്ജ് കയറിയ. അങ്ങനെ നമ്മളിത് നേരെ കണ്ടെയ്നർ ഡ്രോപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് പിക്കപ്പിന് പോകണം. ഇവിടെ ഏകദേശം 4 കിലോമീറ്റർ ഉള്ളൂ. 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിക്ട് പോർട്ടാണ്. ഡിസ്ട്രിക്ട് പോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇനി അവിടെ വേണ്ടത് നമുക്ക് നമ്മുടെ കാർഡ് വേണം. നമുക്ക് അവിടെ കാർഗോ കാർഡ് എന്ന് പറയുന്നൊരു കാർഡുണ്ട്. അത് വെച്ച് നമുക്ക് അവിടെ നിന്ന് കണ്ടെയ്നർ പിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ശ്യാം അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ ശ്യാമിനെ ഒന്ന് കാണണം. നമ്മുടെ കുറച്ച് പൊടി, നമ്മുടെ കുറച്ച് മസാല ഐറ്റംസ് ശ്യാമിൻ്റെ ഇരിപ്പുണ്ട്. അത് മേടിക്കുകയും ചെയ്യണം. നല്ല തിരക്ക് കേട്ടോ. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്ക്. നമ്മളിവിടെ റോഡ് ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴത്തേനുണ്ടല്ലോ പെട്ടെന്ന് ഇപ്പോൾ ഫസ്റ്റ് ലൈൻ ഇത് 4 ലൈൻ ഉണ്ടല്ലോ. 4th ലൈനിൽ നമുക്കിപ്പോൾ ഈ സെക്കൻഡ് ലൈനിൽ വരണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്യരുത്. ആദ്യം നമ്മൾ 3rd ലൈനിലോട്ട് കയറണം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 2nd ലൈനിലോട്ട്. അപ്പോൾ അത് കണ്ട് ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ വണ്ടി അവിടുന്ന് കൊണ്ടുവരാൻ കേട്ടോ. ഓക്കെ, ഈ ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ നല്ല പണിയാണ്. കാരണം ഏകദേശം 29 യൂറോ, 10 യൂറോ കമ്പനി നമ്മുടെ കട്ട് ചെയ്യും. A24 എന്ന് പറയുന്ന പാലം അത്. ഞാൻ ആദ്യം കറക്റ്റ് ഒറ്റയ്ക്ക് നെതർലാൻഡ് വന്നന്ന് ഈ റൂട്ട് പോകുന്നത് നമ്മുടെ ട്രക്ക് വാഷിലോട്ടാണ്. അപ്പോൾ ആദ്യത്തെ റൂട്ട് വന്നന്ന് ആദ്യം വന്നപ്പോൾ അന്ന് എക്സിറ്റ് അടിക്കാനായിട്ട് കൺഫ്യൂഷൻ വന്നു. അപ്പോൾ എക്സിറ്റ് അടിക്കാൻ കൺഫ്യൂഷൻ വന്നപ്പോൾ കിട്ടിയ പണിയാണ് നേരെ അതിലേ കയറി. അത് പിന്നെ കുഴപ്പമില്ല. നമ്മൾ ആദ്യമൊക്കെ എല്ലാവർക്കും അങ്ങനെ മിസ്റ്റേക്ക് ഒക്കെ പറ്റും. കറക്റ്റ് ടൈമിങ് കേട്ടോ. ഗ്രീൻ. നമ്മുടെ ആശാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഏതോ റെയിൽവേയുടെ അവിടെ എവിടെ എന്തോ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏതാണെന്നറിയില്ല, ഒന്ന് നോക്കണം. ഈ റെയിൽവേ നമ്മൾ ഡിസ്ട്രിക്ട് പോർട്ടിലോട്ട് കയറുന്ന റൂട്ട് ഏതോ ക്ലോസ് ആണ് ആശാൻ പറഞ്ഞ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 മാസത്തോളമായി കേട്ടോ ഇങ്ങോട്ട് വന്നിട്ട്. റോട്ടർഡാം വന്നിട്ട് 2 മാസമായി. നേരെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CLDൻ്റെ 2 ഒരു നടുക്ക് കടൽ അപ്പുറം ഇപ്പുറയാണ് ഈ പോർട്ട്. പക്ഷെ നമ്മളിങ്ങനെ കറങ്ങി വരുമ്പോഴത്തേന് ഏകദേശം 6 കിലോമീറ്റർ 7 കിലോമീറ്റർ മിച്ചം കറങ്ങി വരണം. അപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ശ്യാമണ്ണൻ എന്താണേലും കാണും. അങ്ങനെ അവിടെ കണ്ടെയ്നർ പിക്ക് ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ട്. പുള്ളിക്ക് ഇന്ന് ഇവിടെ കിടക്കത്തില്ല. അവനോട് ഏതാണ്ട് 100 സംതിങ് കിലോമീറ്റർ ഓടാനുണ്ട്. നമ്മളെന്താണേലും ഇവിടെ ഇരിക്കുന്നത്.
കാരണം ഇപ്പോൾ സമയം 4:15 ആണ്. ഇനി പിക്ക് ചെയ്തിട്ട് ചാൻസ് Railway കുറവാണ്. crossing ahead. പറയാൻ പറ്റത്തില്ല ടാസ്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ഒരു പിടുത്തം കാണത്തില്ല. ഇതിപ്പം അവിടെ ചെന്ന് ഡ്രോപ്പ് ചെയ്യാൻ Turn നേരത്ത് right. ചിലപ്പോൾ ഇവിടുന്ന് പിക്ക് ചെയ്യുന്നത് വല്ല FM-ലോട്ടോ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നേരെ പോകേണ്ടി വരും. നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് വരുന്ന വണ്ടികൾക്കാട്ടോ പ്രയോറിറ്റി. നമ്മൾ ഗിവ് അവേ കൊടുക്കണം. ഗിവ് അവേ അല്ല, ഗീവ് അവേ കൊടുക്കണം. ഗീവ് അവേ എന്ന് പറഞ്ഞേ വായിലതേ വരത്തുള്ളൂ. അപ്പം നമ്മൾ ഗീവ് അവേ കൊടുക്കണം. പക്ഷെ ഇപ്പോൾ കൊടുക്കണ്ട, കാരണം കുഴപ്പമില്ല അത്. Railway crossing ahead. ഈ പോർട്ട് വെച്ചാട്ടോ നമ്മുടെ വണ്ടി മഞ്ഞക്കിളി ആദ്യമായിട്ടൊന്ന് സ്ക്രാച്ച് ആവുന്നത്. അതായത് അവിടെ Railway crossing ahead. വെച്ചിനെ കൊണ്ട് രക്ഷയില്ല. 45 പാർക്കിംഗ് ആണ്. പാർക്കിങ്ങിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ടൈം എടുത്തുകൊണ്ട് പോയി. ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു സ്പേസ്. അപ്പം നമുക്ക് അത്ര അറിവും പരിജ്ഞാനമൊന്നുമില്ല. നേരെ എടുത്തിറക്കിയതാണ്. After 1 kilometer, turn right. യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കണ്ടെയ്നറിൻ്റെ ബാക്ക് അപ്പുറം കിടന്ന വണ്ടിയുടെ മിററിലൊന്ന് ചെറുതായിട്ട് സ്ക്രാച്ചായി. ഞാൻ എന്നിട്ട് സ്ക്രാച്ചായി പുള്ളി പറഞ്ഞു പോലീസിനെ വിളിക്കാൻ, അങ്ങനെ ഇങ്ങനെയാണെങ്കിലും പറഞ്ഞു. ഞാൻ ആ Railway crossing ahead. ഗ്ലാസിൻ്റെ കവറായിരുന്നു. നമ്മൾ പോയൊന്ന് തുടച്ച് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ആക്സിഡൻറ്റ് രജിസ്റ്റർ എഴുതണം, അല്ലെങ്കിൽ 250 യൂറോ തരണം എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ 250 യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 25,000 രൂപയായി. നമ്മളിൽ എത്ര കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ പണിയാൻ നിൽക്കുക അല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ആക്സിഡൻറ്റ്. നമ്മുടെ മാനേജർ വിളിച്ചാൽ പറഞ്ഞു ആക്സിഡൻറ്റ് രജിസ്റ്റർ എഴുതിക്കോളാൻ പറഞ്ഞു. After 300 meters, turn right. പുള്ളി ആദ്യം ചോദിച്ചു നമ്മുടെ വണ്ടിക്ക് വല്ല കുഴപ്പമുണ്ടോ. നമ്മുടെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു ആക്സിഡൻറ്റ് രജിസ്റ്റർ എഴുതിക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയിട്ട് അവൻ്റെ വണ്ടിയുടെ അതൊന്ന് തുടച്ചപ്പോഴത്തേനും ആ സ്ക്രാച്ചല്ല ചെളി പോലെ ഏതാണ്ടായിരുന്നു, അതങ്ങ് പോയി. ആ സ്ക്രാച്ചിൻ്റെ അതങ്ങ് പോയി. പിന്നെ ഞാനപ്പോൾ ഓക്കെ, ഞാൻ ചോദിച്ചു ഇത് Then, after 200 meters, you will reach your destination. ഞാനപ്പോൾ അവനോട് ചോദിച്ചു ഇത് എഴുതണോ, ഇത് സ്ക്രാച്ച് ഒന്നും ഇല്ലല്ലോ എന്ന്. അമ്മച്ചി ഭയങ്കര തലവേനയല്ലേ, സ്ക്രാച്ച് ഒന്നും ഇല്ലല്ലോ എന്ന്. അവൻ പറഞ്ഞില്ല എഴുതണം, അങ്ങനെ ഞാൻ ഓക്കെ എഴുതിക്കോളാം പറഞ്ഞു. ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോഴത്തേനും ഒന്നുമില്ല. ഇതൊരു പോർട്ടാണ് കേട്ടോ. ഈ പോർട്ടിൽ നമ്മൾ ഇടയ്ക്ക് വരുന്നതാണ്. ഈ പോർട്ടിൽ അപ്പോൾ ഇതാണ് വഴിയാണ്, ക്ലോസ് ആണെന്ന് ആശാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്, കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പെട്ടേനെ. ഇവിടെ നേരത്തെ ഇതുണ്ടായിരുന്നു, ഓഫീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പൂട്ടി കേട്ടോ. ടോട്ടലി മൊത്തത്തിൽ മാറിയല്ലേ ഇവിടെ. ഇവിടെ ഒരു ഓഫീസൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ, കുറേ കാലത്തിന് ശേഷം വന്നുകൊണ്ടാന്ന് തോന്നുന്നു. ഭയങ്കര മാറ്റം. മൊത്തത്തിൽ പൊളിച്ച് പണിയുവാണോ. നമുക്കിത് നേരെ അവിടെ ഓഫീസുണ്ട്, അവിടെ പോയിട്ട് നമ്മുടെ കാർഗോ കാർഡ്, ഇതാണ് നമ്മുടെ കാർഗോ കാർഡ്. ഇത് വെച്ച് നമുക്ക് കണ്ടെയ്നർ പിക്ക് ചെയ്യണം. കണ്ടെയ്നർ പിക്കിങ് ചെയ്ത് ഇവിടെ ആയിരുന്നു ഞാൻ പാർക്ക് ചെയ്തത്. കണ്ടെയ്നർ പിക്ക് ചെയ്തിട്ട് നേരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലായിരിക്കില്ല, കാരണം എപ്പോഴും കാണുമ്പോൾ നിങ്ങൾക്കാണേലും ഒരു ബോറടിയാവും, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ യൂണിറ്റ് ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നത് ശകലം ഓടിച്ചാൽ മതി. ഇല്ലെങ്കിൽ വണ്ടി തോന്നുന്ന രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകും. മതി, 5 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. നമ്മളിപ്പം പെടാന്ന് പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പോൾ അതെ നമ്മൾ കണ്ടെയ്നർ പിക്ക് ചെയ്തു. നമ്മുടെ ശ്യാമണ്ണൻ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ശ്യാമണ്ണൻ അവിടെ ഭയങ്കര എഴുത്തും കുത്തുമൊക്കെ, എന്താ പരിപാടി നടത്തില്ല പുള്ളി. ഇത്ര നാൾ ECS ആയിരുന്നു, ECS ഓടിക്കൊണ്ടിരുന്ന നമ്മളെ CLDനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആശാൻ CLDN ഓടുക. ശ്യാമണ്ണൻ്റെ പുതിയ പടക്കുതിര കേട്ടോ. പുള്ളിക്ക് നേരത്തെ റെഡായിരുന്നു, പക്ഷേ ഇപ്പം വേറെ റെഡാണ്. CLDN ഉണ്ടല്ലോ, മൊത്തം CLDN കാരാ. ഇത് നിർബന്ധം കേട്ടോ, ഈ സാധനം ഇട്ടില്ലെങ്കിൽ പണി കിട്ടും. അതുപോലെ ഇവിടെ ഉണ്ട്, ഈ സൈഡിലുണ്ട്.
അതാണ് ലോക്ക്. പിന്നെ നമ്മളിതിൻ്റെ ജസ്റ്റ് ചുറ്റും ഒന്ന് നോക്കി വല്ല ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിക്കോണം. ഡാമേജ് ഒന്നുമില്ല. നേരെ നമ്മുടെ ശ്യാമണ്ണൻ്റെ അടുത്ത് പോയിട്ട് സാധനം മേടിക്കാവേ. ശ്യാമണ്ണൻ ഭയങ്കര സെറ്റപ്പ് കേട്ടോ ഉണ്ടല്ലേ. ഫ്രണ്ടിൽ പൂവും കായും ഏതാണ്ടെല്ലാം ഉണ്ട്. കുറച്ച് ഇനി എപ്പോഴേലും സമയം കിട്ടുമ്പോൾ വേണം വണ്ടിയിൽ കയറി പൂവും കായും എല്ലാം എടുക്കാം. അണ്ണാ കൊണ്ടുവാ ഇതുണ്ടല്ലേ. ആരേ വാ അച്ചാറ സാധനങ്ങൾ. അതാണ് ആ സ്നേഹം, കുപ്പി വേണ്ടേ? ശ്യാമണ്ണൻ്റെ സ്നേഹം. എന്ത് കുപ്പി? ആ കന്നാസ് കൊണ്ടുവരു. CLDN ഓടിക്കോ. CLDNകാരെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പോൾ CLDN ഓടുന്ന മൊത്തത്തിൽ കന്നാസിൻ്റെ ശേഖരമാണ്. നീ ഈ ലോക്കം തുറന്നേ. ലോക്കം നിർത്ത്. ഈ ലോക്കം നിർത്ത്. അതല്ലേ നീക്കിക്ക്. എൻ്റെ ഇത് തുറക്കാൻ പറ്റുന്നില്ല. അതായത് കുടുങ്ങിന്നാലേ ഇതാവും. ഈ സാധനം അടിച്ചു കയറി ലോക്കാണ്. എനിക്ക് ലോക്കായി കിടക്കോ. തുറക്കാൻ പറ്റുന്നില്ല. എന്നാന്നറിയത്തില്ല. വെള്ളമുണ്ട്. വെള്ളമൊക്കെ എടുത്തോളൂ. വെള്ളം വേണമെന്നില്ല. ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുടിവെള്ളം ഇതെന്നാ ട്യൂബൊക്കെ ഇത്? അതൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നേ. അവിടെ ഈ ട്യൂബ് നിനക്ക് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടാവും. ആവശ്യമുണ്ടോ? എന്നാലും എടുത്ത് എന്തിനാ കണക്കത്? ചുമ്മാ ഒരു ട്യൂബിൻ്റെ ആവശ്യമുണ്ട്. ട്യൂബ് ഒരെണ്ണം പൊട്ടിപ്പോരാ. ആർക്ക്? എന്റെടാ ഒരു കാര്യം ചെയ്യ്. ഇപ്പം ഇരിക്കട്ടെ, അടുത്ത വട്ടം കാണുമ്പോൾ എടുക്കാം. അല്ലല്ല ഇപ്പൊ എടുത്തോ. അല്ല എന്നാന്നറിയോ, വേണ്ട. ഈ സാമാനം ഞാൻ ഇനി എവിടെ വെക്കും അതാ എൻ്റെ പ്രശ്നം. ഇത് വെക്കണ്ട എവിടെയെങ്കിലും. ക്ഷീണിച്ചല്ലോ. ക്ഷീണിച്ചു പോയല്ലോ മൊത്ത്. ചോറ് കഴിക്കുന്നോ? ചോറ് കഴിക്കുന്നോ? ബിരിയാണി വേണോ? നമുക്ക് പിന്നെ ഒരു പന്നി ബിരിയാണി വേണോ? അഞ്ച് കൂട്ടം കറിയും ചോറും തരാം. പന്നി ബിരിയാണി വേണമെങ്കിൽ തരാം. 5 കൂട്ടം കറിയും ചോറും. അതെ, നിനക്ക് പന്നി ബിരിയാണി വേണോ? ഞാൻ ഫുള്ളാ ഇപ്പോൾ കുറച്ചായിട്ട്. നീ അങ്ങോട്ടാ. ഇതാണ് ശ്യാമ്. ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ശ്യാമ് ഉണ്ടല്ലോ. ചെക്കൻ ഇന്നലെ കഴിഞ്ഞ ദിവസം TRC കൊണ്ട് കളയാൻ പോയിട്ട് കൊണ്ടുവന്നപ്പോൾ കൊണ്ട് അച്ചാറൊക്കെ കേട്ടോ. ഇനി ചോറുണ്ടോ. അപ്പം നമ്മൾ എടുത്ത കണ്ടെയ്നർ ഇവിടെ ഒരു പോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. CTT എന്ന് പറയുന്ന പോർട്ടാണ്. നമ്മളിതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഡ്രോപ്പ് ചെയ്തു. ഇവിടുന്ന് പിക്കപ്പ് കിട്ടി. ഇനി ഇത് നമ്മൾ മുമ്പ് പോയ കോബൽഫോർട്ടിൻ്റെ പോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിക്കപ്പ് ഇല്ല. അത് കഴിയുമ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് പോർട്ടിൽ പോയിട്ട് നമ്മുടെ ചേസും ഡ്രോപ്പ് ചെയ്യണം. അത്രയും ഇന്നത്തെ ടാസ്ക്കാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പാർക്ക് ചെയ്യാനായിട്ട് പോകാം. വീണ്ടും നമ്മളിത് പോർട്ടിലെത്തി കേട്ടോ. അടുത്ത പണി നമ്മുടെ ചേസ്. എല്ലാ പ്രാവശ്യം യൂണിറ്റാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചേസ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നേക്കുക. ചേസ് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഡിസ്ട്രിക്ട് പോർട്ടിലാണേ ചേസ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നേക്കുവാണ്. അപ്പം നമുക്ക് നേരെ ഇവിടെ വരാം. ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ ചേസ് ഡ്രോപ്പ് ചെയ്യാൻ വരുന്നത്. കുഴപ്പമില്ല. നമുക്ക് ഏത് പോർട്ടിൽ എവിടെ ചെന്നാലും നമ്മൾ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. അവരോട് പറയുക ഫസ്റ്റ് ടൈം ആണ്, എന്താണ് പ്രൊസീജിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നമ്മളെ ഗൈഡ് ചെയ്യും. ഓക്കെ, അതിലൊന്നും ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ റൂട്ട് എയിൽ പോയാൽ മതി. ഇത് വന്നത് ആ വെയർ ഹൗസില്ല, അതിൻ്റെ അകത്താണ് നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തവണ ചെറിയൊരു പണി കിട്ടി. നമ്മുടെ കാർഡ് വർക്ക് ചെയ്യുന്നില്ല. അതായത് നമ്മുടെ കാർഡുകൾ വർക്ക് ചെയ്യാതെ വന്നപ്പം പുള്ളി ഇത് ഇവിടുത്തെ കാർഡാണ്. ഇത് തന്നു. എന്താണെന്നറിയത്തില്ല, എൻ്റെ ഫിംഗർ എടുക്കുന്നില്ല. ഇടുക, വെയിറ്റ് ചെയ്യുക. എന്ത് പറ്റി? യെസ്, ബാരിയർ പൊങ്ങി. എയിലോട്ട് പോകാനാണ് പറഞ്ഞത് ഡ്രോപ്പ് ചെയ്യാനായിട്ട്. ചേസ് ഡ്രോപ്പ് ചെയ്യേണ്ടത് അത് ആ വെയർ ഹൗസിൻ്റെ അകത്താണ്. അവിടെ ചേസ് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നേരെ ചേസ് ഡ്രോപ്പിംഗ് ആണ് പരിപാടി. എല്ലാവർക്കും തോന്നുന്ന ഡൗട്ടാണ്, നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് കാണാൻ പറ്റത്തില്ലോ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഫ്രണ്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത് ആ ഒരു മിററാണ് കേട്ടോ. അതിൽ കൂടെ നമ്മൾ ഫ്രണ്ട് നോക്കുന്നത്. അത് 1-2 തവണ ഓടിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കും അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നേരെ പോയി ഡ്രോപ്പ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഭയങ്കര ഇരുട്ടാണ്. സോ അതുകൊണ്ടൊന്നും കാണാനായിട്ടുള്ള വഴിയില്ല. ഓക്കെ, അന്നിങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മളെ ഡ്രൈവർ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ വാല് നമ്മൾ ഊരിക്കളഞ്ഞു. ഈ പാമ്പൊക്കെ പടം പൊഴിക്കുക എന്ന് പറയത്തില്ല, എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ തല മാത്രമേ ഉള്ളൂ. കാരണം നാളെ നമുക്ക് ഒരു പിക്കപ്പ് ഉണ്ട്. നമ്മുടെ ബെല്ലോ എന്ന് പറയുന്ന സ്ഥലം വരെ പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ അഴിച്ചിട്ടു. ഓക്കെ,
മനസ്സിലായി. ഇവിടെ സാധാരണ പാർക്കിംഗ് ആണ് ഇത്. ട്രക്ക് വാഷ് എന്ന് പറയുന്ന പാർക്കിംഗ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് വണ്ടികളെല്ലാം ഇവിടെ ഇടുന്നതാണ്. ഇതിൻ്റെ അകത്തെല്ലാം ഫുള്ളായി. ഇവിടെയൊക്കെ വണ്ടികൾ ഇടും കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ കയറ്റി നമ്മൾ ചിലപ്പോൾ ഇടുന്നതാണ് നേരെ വീക്കെൻഡൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ ഇട്ടു. ഓക്കെ, നമ്മുടെ അജീഷേൻ്റെ വണ്ടി കേട്ടോ, നമ്മുടെ അവിടെ കിടക്കുന്നത്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് പോയി കുളിക്കുക, രാവിലെ വണ്ടി എടുത്തുകൊണ്ട് ഇവിടുന്ന് പോവുക, അതാണ് പരിപാടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ നൈസായിട്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോയിൽ എന്തെങ്കിലും ലാഗായിട്ട് നിങ്ങൾക്ക് തോന്നി ബോറടിച്ചെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഒരു അടിപൊളി സ്ഥലം.